السلام عليكم ورحمة الله وبركاته. الحمد لله الذي كفى والصلاة والسلام على نبي المصطفى وعلى آله وأهل صدقه والوفاء. ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه السميع البصير. صدق الله. قال النبي صلى الله عليه وسلم: من صام يوم 27 من رجب كتب الله له صيام 60 شهرا. صدق رسول الله صلى الله عليه وسلم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൻ്റെ അവസാനത്തെ 10 അവസാന ദിനരാത്രങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തെ വേണ്ടതുപോലെ ആദരിച്ചാൽ കിട്ടുന്ന എല്ലാ പ്രതിഫലവും അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു നൽകുമാറാവട്ടെ. നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ദുനിയയും ഉഖറവിയുമായ എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഇതിൻ്റെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പല ആളുകൾ പല നിലക്കുമുള്ള അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വീട്ടിൽ കുടുംബത്തിൽ ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിയുന്നവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിന് ഇൽമിൻ്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് ആജിലായ ശിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമാക്കപ്പെട്ട റജബ് നാം പറഞ്ഞതുപോലെ ഇസ്തിഗ്ഫാറിൻ്റെ മാസമാണ്. ഒരുപാട് ഇസ്തിഗ്ഫാറുകളൊക്കെ നാം ചൊല്ലിയവരാകും അല്ലാഹു തആല അതുകൊണ്ടൊക്കെ നമ്മളെ പാപങ്ങൾ പുറത്തു തരുമാറാവട്ടെ. മാത്രമല്ല, നാം ഏവരും വല്ലാതെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിനമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്രാ മിഅ്റാജ്. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിലെ തുല്യതയില്ലാത്തൊരു സംഭവമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ. ഇസ്രാ മിഅ്റാജ് പല ആളുകളും അതിനെ നിഷേധിക്കുന്നവരുണ്ട്, തള്ളിപ്പറയുന്നവരുണ്ട്. അത് വെറുമൊരു സ്വപ്നമാണ് എന്ന രൂപത്തിൽ, വളരെയേറെ താഴ്ന്ന രൂപത്തിൽ കെട്ടിച്ചമച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നവരുണ്ട്. ഏതായാലും അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമുക്കറിയാം, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞ മുത്തനബിയുടെ മുഅ്ജിസത്ത് വളരെയേറെ പ്രസക്തവും പ്രധാനവുമാണ്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും മറ്റുമൊക്കെ അത് സ്ഥിരപ്പെട്ടതുമാണ്. എന്നിരുന്നാൽ പോലും അതിൻ്റെ സത്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ അതിനെ വളരെയേറെ നിസ്സാരവൽക്കരിക്കുന്ന പല ആളുകളും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ അതിന് എതിരെ പ്രവർത്തിക്കുന്നതും പറയുന്നതും കാണാൻ സാധിക്കും. അത്തരത്തിലുള്ളവരുടെ വർത്തമാനത്തിലും ചിന്തയിലുമൊന്നും ഉൾപ്പെടാതെ നാം നമ്മുടെ ഈമാനെ സംരക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കറിയാം, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്രാ മിഅ്റാജ് കൊണ്ട് പ്രധാനമായിക്കൊണ്ട് നമുക്ക് ലക്ഷ്യമെന്നുള്ളത്, നമുക്കറിയാം, നമ്മുടെ നിസ്കാരത്തിൻ്റെ വാർഷികം കൂടിയാണ്. നബിക്ക് അല്ലാഹുവിൻ്റെ ബക്കൽ നിന്നുള്ള സമ്മാനമാണല്ലോ നിസ്കാരം. എന്നാൽ ആ നിസ്കാരം വളരെ കൃത്യമായി കൊണ്ട് നടക്കേണ്ട ആളുകളാണ് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ വെച്ച് ഏറ്റവും മഹത്തരമായ കർമ്മമാണ് പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരം. അപ്പോൾ നമ്മളൊക്കെ റജബിൻ്റെ മിഅ്റാജിൻ്റെ മഹത്വങ്ങൾ പറയുന്നവരും കേൾക്കുന്നവരുമാകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം നിസ്കാരത്തിൻ്റെ കാര്യം വളരെ കൃത്യമായി കൊണ്ട് ഖളാഅത്തിന് നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വർഷത്തിലെ 14 രാത്രികൾ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കൽ സുന്നത്താണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു രാത്രിയാണ് ഇനി വരാൻ പോകുന്ന ഈ വെള്ളിയാഴ്ച മഗ്രിബോടുകൂടി നമ്മൾ പ്രവേശിക്കുന്ന മിഅ്റാജിൻ്റെ രാവ്. കൃത്യമായി കൊണ്ട് നാം ഒരുപാട് ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ആ രാത്രിയെ നാം ധന്യമാക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്തുകൊണ്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ദുആക്ക് സ്വീകരിക്കാനതൊക്കെ കാരണമാകുമെന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇബാദത്ത് കൊണ്ട് നാം ധന്യമാക്കേണ്ട രാത്രിയാണ് വരാൻ പോകുന്ന വെള്ളിയാഴ്ച മിഅ്റാജിൻ്റെ രാവ്. കാരണം മറ്റുള്ള ദിവസങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ഒന്നും കൂടി ഒരുപാട് സൽക്കർമ്മങ്ങളുമായി കൊണ്ട് തന്നെ എന്താവണം, ആ രാത്രി നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇത് മിഅ്റാജിൻ്റെ രാവാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമായി കണ്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കുകയും ഒരുപാട് കാര്യങ്ങൾ മുത്തനബി തങ്ങളുടെ യാത്രയിൽ സംഭവിച്ചതുമായ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ അറിയുന്നവരാണ്. അതൊക്കെ നമ്മൾ ഓർത്തുകൊണ്ട് ആ ഒരു പവിത്രമാക്കപ്പെട്ട സംഭവത്തെ ബഹുമാനിച്ചുകൊണ്ട് നാം ആ ഒരു രാവ് പ്രത്യേകം ഇബാദത്ത് കൊണ്ട് ധന്യമാക്കേണ്ടതുണ്ട് എന്ന് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം, മിഅ്റാജിൻ്റെ നോമ്പ് നമ്മളൊക്കെ അനുഷ്ഠിക്കുന്നവരാണ്. മാത്രമല്ല, റജബ് മാസം സംബന്ധിച്ചിടത്തോളം നോമ്പിനാണ് ഒരുപാട് പ്രതിഫലമുള്ളത്. ഈ മാസത്തിൽ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ പല പ്രതിഫലങ്ങളെ കൊണ്ട് ധന്യമാണ് ഈ റജബ് മാസത്തിലെ നോമ്പുകൾ എന്നുള്ളത്.
അതിൽപ്പെട്ടതാണ് റജബ് 27 അള്ളാഹുവിൻ്റെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അള്ളാഹു താല കൊടുത്ത ആ ഒരു നിഅമത്തിന് ശുക്ർ എന്ന നിലക്ക് വമൻ യുഅല്ലിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ഒരു നിഅമത്ത്, അതിൽ നമ്മളൊക്കെ നന്ദി ചെയ്തുകൊണ്ടാണ് അതിൻ്റെ പകൽ 27 അന്ന് നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത്. അതിന് വലിയ പ്രതിഫലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സ്വാമ യൗമ 27 മിൻ റജബിൻ കതബല്ലാഹു ലഹു സിയാമ 60 ശഹറ. ആരെങ്കിലും റജബ് 27 അന്ന് നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവൻ 60 മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലമാണ് അള്ളാഹു തആല രേഖപ്പെടുത്തുന്നതെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അപ്പോൾ കൃത്യമായിക്കൊണ്ട് നമ്മൾ ആ നോമ്പനുഷ്ഠിക്കണം. റജബ് 27 എന്ന നോമ്പനുഷ്ഠിക്കണം. നമ്മൾ നോക്കണം, നമ്മുടെ കൂട്ടുകാരെ കൊണ്ട് കുടുംബക്കാരെ കൊണ്ടൊക്കെ ആ ഒരു നോമ്പ് നഷ്ടപ്പെടുത്താതെ പ്രത്യേകം നാം ശ്രദ്ധിച്ചുകൊണ്ട് എന്താവണം, അത് നോൽക്കാൻ വേണ്ടിക്കൊണ്ട് നാം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നോമ്പനുഷ്ഠിക്കാനും ഈ പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിലെ നിഅമത്തുകൾ ലഭിച്ചവരിൽ അനുഗ്രഹങ്ങൾ, ഇതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുന്നവരും അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു റജബ് മാസം നമ്മൾ നിന്ന് വിട പറയുമ്പോൾ, ഈ റജബ് മാസത്തിൽ അവൻ അവൻ്റെ അടിമകൾക്ക് കൊടുക്കുന്ന എല്ലാ നിഅമത്തിനും എല്ലാ അനുഗ്രഹത്തിനും എല്ലാ പ്രതിഫലത്തിനും ഉതകുന്ന ആളുകളായിക്കൊണ്ട് അല്ലാഹു തആല നമ്മൾ മാറ്റുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.